ശ്രീ സതീഷ് വസത്, ഇവിടെ ഉത്തരവാദികൾ ആര് എന്നുള്ള ചോദ്യത്തിന് അത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ നടപ്പിൽ വരുത്താനോ ഇനിയൊരു ദുരന്തം ഉണ്ടാകരുത് എന്ന് പറയുന്നതിനോ വേണ്ടിയിട്ടുള്ള ആർജവം ഒരു മന്ത്രിക്ക് പോലും അല്ലെങ്കിൽ ഒരു വകുപ്പ് മേധാവിക്ക് പോലും ഉണ്ടാകുന്നേ ഇല്ല എന്നുള്ളതാണ്. പകരം ഇങ്ങനെ എല്ലാ ദിവസവും ന്യായീകരണം മാത്രം നിരത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തിന് മുൻപിൽ. പൊതുജന താൽപര്യാർത്ഥം എന്ത് പ്രവർത്തികളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സർവത്ര അഴിമതിയും കെടുകാര്യസ്ഥതയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത അനാസ്ഥയല്ലേ ഇത്രയധികം പേവിഷബാധ ഏറ്റ് കുഞ്ഞുങ്ങളടക്കം മരണപ്പെടാനിടയാകുന്ന സാഹചര്യത്തിലേക്ക് വരെ നയിച്ചിരിക്കുന്നത്? എന്ത് ഭരണമാണ് ഇവർ കാഴ്ചവെക്കുന്നത്? പ്രൊഫസർ റോണി പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞത് ആരോഗ്യ മേഖലയെല്ലാം തകർച്ചയിലാണെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ശിശു മരണം ഇന്ത്യക്കകത്ത് ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനം ഏതാണ്? കേരളമാണ്. രോഹിണി, മാതൃശിശു മരണം ഏറ്റവും കുറഞ്ഞത് ഇവിടെയാണ്. അതുപോലെ തന്നെ പ്രസവാനന്തരം കുട്ടികളുടെ ശുശ്രൂഷ ഏറ്റവും കുറഞ്ഞ് മരണമുള്ള ഒരു സംസ്ഥാനം ഇവിടെയാണ്. കേരളമാണ് രോഹിണി ഇന്ത്യക്കകത്ത്. ഇവിടെ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ഇപ്പം പ്രൊഫസർ റോണിക്ക് പറഞ്ഞെന്താണ്? നമ്മൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ഇതിനു വേണ്ടിയാണ്. അതാണോ അവിടെ ആ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാതെ ഇരിക്കുന്നത്? ആ ബ്ലോക്കിൽ ഒരു ഹോസ്പിറ്റൽ വരുമ്പോഴത്തേ ആ ബ്ലോക്കിന് ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഇത് കൊടുക്കാനുള്ള സൗകര്യം വേണം, ആ ബെഡിൻ്റെ സൗകര്യം വേണം, ബാക്കി എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉപരികരനായിട്ട് വേണം. അതിൽ വരാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ ആ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാത്തവരാണ്. ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകല്. നമ്മൾ വസ്തുനിഷ്ഠമുള്ള കാര്യങ്ങൾ പറയൂ. എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി കൊണ്ടുപോകാം. അത് LDF സർക്കാരിൻ്റെയും ഈ ഗവൺമെൻറ്റിൻ്റെയും ഒരു രീതിയാണ്. എവിടെയാണ് കുഴപ്പം വന്നിട്ട് ഇപ്പം നേരെ പറയുന്നല്ലോ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം താഴേക്കടയിൽ കൊടുത്തിട്ടുണ്ട്, നേരത്തെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്കൂൾ തുറക്കുന്ന മുമ്പേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന്. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അവസാനം കൊടുക്കുന്ന ആരാണ്? ആ പഞ്ചായത്തല്ലേ. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി. ആ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്? അവിടെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പറഞ്ഞത്. ഇതൊക്കെ പറയുന്നതായിട്ട് മാനേജ്മെൻറ്റ് സ്കൂള്, ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ ആ മാനേജ്മെൻറ്റ് അവിടുത്തെ ആൾക്കാർ പല പാർട്ടികളിലെ ആൾക്കാരെ കാണും. ചിലപ്പോൾ BJP കാണും, കോൺഗ്രസ് കാണും. പറയുന്നത് എന്താണ്? അവിടെ എല്ലാം CPM-ന്റെ നേതാക്കന്മാരുന്നു. നേതാക്കളാണെങ്കിൽ CPM ഭരണസമിതി തന്നെയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, CPM-ന്റെ നേതൃത്വത്തിലുള്ള നടക്കുന്ന അല്ലല്ലോ. അവിടുത്തെ ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ അവിടെ സംസ്ഥാന കമ്മിറ്റിയാണോ? ആ ഭരണസമിതിയിലുള്ള ആൾക്കാർ പല രാഷ്ട്രീയ പ്രവർത്തനത്തിലും കാണും. അത് ചിലപ്പോൾ ഞാനാണ് നേരത്തെ പറഞ്ഞത്, അവിടെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണോ അല്ലയോ? ആണല്ലോ. അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരാണ്? അവിടുത്തെ പഞ്ചായത്തല്ലേ. ആ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്? കോൺഗ്രസ് അല്ലേ. ആ കോൺഗ്രസ്സിന് അതിന് ഉത്തരവാദിത്തമില്ലേ? ഇദ്ദേഹം അങ്ങ് അടച്ച് ആക്ഷേപിച്ച് പറയുകയാണ്. ഞാൻ പറയുന്നത് രോഹിണി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു സംഭവം ഉണ്ടായാൽ മേലിൽ ആ സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പം ഇന്നലെ കൊല്ലത്ത് മിഥുൻ മരിച്ചു. അവിടുത്തെ ലൈൻ എത്രയോ വർഷം കൊണ്ട് തൊട്ടപ്പുറത്തുള്ള അയൽവാസികൾ അവരൊന്നും അനുവാദം കൊടുത്തിട്ടില്ല ആ ലൈന് കടന്നു പോകാനുള്ളത്. നോക്കി ഇപ്പം ആ ലൈന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ദുരന്തം നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണം. ഇപ്പം നെടുമങ്ങാട്ട് ഇന്ന കാലത്തെ അവിടെ വലിയ മരമാണോ വീഴുന്നത്? അവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നേച്ചർ കലാമിറ്റ്സ് നിങ്ങൾക്കറിയാലോ. നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് വെച്ചാൽ എല്ലാം വ്യതിയാനം വന്നിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത കാറ്റുകളും മഴകളും ആണ് വരുന്നത്, വെള്ളപ്പൊക്കങ്ങളാണ് വരുന്നത്. എല്ലാ കാലാവസ്ഥ വ്യതിയാനങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ദുരന്തം ഇന്ന് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങളത് രാവിലെ തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ മരച്ചില്ല, റബ്ബറിൻ്റെ ഒരു മരച്ചില്ലയാണ് അതിന് പുറത്തേക്ക് വീണിരിക്കുന്നത്. ഈ ഇലക്ട്രിക് പോസ്റ്റ് നടുഭാഗത്ത് വെച്ച് പൊട്ടി നിലത്തേക്ക് പതിച്ചിരിക്കുകയാണ് റോഡിലേക്ക്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഞങ്ങളുടെ റിപ്പോർട്ടർ അടക്കം തത്സമയ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് പറഞ്ഞത് അതിനകത്ത് ഈ കോൺക്രീറ്റ് നിർമ്മിക്കുന്നതിനാവശ്യമായ കമ്പികൾ കാണുന്നേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വളരെ നേർത്ത് തുരുമ്പെടുത്ത് അത് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ചെറിയ മരച്ചില്ല വീണപ്പോഴേക്കും ഇത്
പൊട്ടി തകർന്ന് തവിട് പൊടിയായി നിലത്തേക്ക് ഞാൻ ഒരു പതിച്ചത്. കാര്യം അപ്പോൾ ജോഗിനകത്ത് അഴിമതി എവിടെ നിന്ന് അല്ല തുടങ്ങുന്നു എന്നുള്ളതിൽ ഞാൻ പറഞ്ഞിട്ട് ജോഗിനേറ്റ് ഈ പോസ്റ്റ് ഇട്ടത് ഈ LDF സർക്കാർ വന്നപ്പോഴാണോ? ഈ 9 വർഷത്തിനകത്താണ് ഈ പോസ്റ്റ് ഇട്ടത്. നിങ്ങൾ ഏത് പറയുന്നത് സർക്കാരായാലും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടം ഇതിങ്ങനെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് ഒരു കെട്ടിടം നമ്മൾ വയ്ക്കുന്നു. ആ കെട്ടിടത്തിൽ ഞാൻ പറയുന്നത് ഇപ്പം ഗുജറാത്തിൽ തന്നെ ഒരു പാലം ഇടിഞ്ഞു വീഴുന്നു, ഓടിക്കൊണ്ടിരുന്ന ഒരു പാലം ഇടിഞ്ഞു വീഴുന്നു. ആ പാലത്തിൻ്റെ ബലക്ഷയം 40 വർഷത്തിന് മുമ്പേ പണിത ഒരു ഇതാണ് പാലമാണ്. ആ പാലം ഇടിഞ്ഞു വീഴുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ചില സമയങ്ങളിൽ ചിലത് വരുമോ രോഹിണി, അതെല്ലാം അഴിമതിയാണെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നത്? അതെ, നിങ്ങളെല്ലാം പക്ഷേ അഴിമതി നവകേരള എങ്ങനെയാണെന്ന് യാത്രയ്ക്ക് പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോകാൻ എല്ലാ മതിലുകളും ഇടിച്ചല്ലോ വളരെ നേരത്തെ തന്നെ. ആ ബസ്സിൽ നിന്ന് നേരെ വേദിയിലേക്ക് ഇറങ്ങത്തക്കവണ്ണമുള്ള സൗകര്യം ഒരുക്കിയല്ലോ. അതിനൊന്നും ഒരു കാലതാമസവും ഉണ്ടായില്ലല്ലോ.